കോവിഡ് വ്യാപനം കുറഞ്ഞുവരുന്ന സാഹചര്യത്തിൽ വിമാന സർവീസുകൾ പുനരാരംഭിക്കാൻ വിവിധ രാജ്യങ്ങളെ പ്രേരിപ്പിച്ച ഇന്ത്യ യാത്രാവിലക്ക് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് രാജ്യങ്ങളുമായി ആശയവിനിമയത്തിന് തുടക്കം കുറിച്ചതായി കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. മുൻകരുതൽ നടപടികൾക്ക് ശക്തമാക്കി യാത്രക്കാരുടെ പോക്കുവരവിന് സൗകര്യമൊരുക്കാനാണ് കേന്ദ്ര നീക്കം. രണ്ടാം കോവിഡ് തരംഗം രൂക്ഷമായി ഇന്ത്യയെ ബാധിച്ചതിനെ തുടർന്നാണ് പല രാജ്യങ്ങളും പുതുതായി യാത്രാവിലക്ക് ഏർപ്പെടുത്തിയത്. ഏപ്രിൽ മാസം ഏർപ്പെടുത്തിയ വിലക്ക് അനിശ്ചിതമായി തുടരുന്ന സാഹചര്യമാണുള്ളത്. എന്നാൽ ഇത് എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കാൻ സാധിക്കുമോ എന്നാണ് ഇന്ത്യ ഇപ്പോൾ നീക്കം നടത്തുന്നത്. ഗൾഫ് ഉൾപ്പെടെ 20-ലേറെ രാജ്യങ്ങളുമായുള്ള എയർ ബബിൾ സംവിധാനം സമ്പൂർണ്ണ സ്വഭാവത്തിൽ പുനഃസ്ഥാപിക്കാൻ സാധിച്ചാൽ ഇന്ത്യക്ക് അത് നേട്ടമായി മാറും. പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞിരിക്കെ നിയന്ത്രണങ്ങൾക്ക് വിധേയമായി വിമാന സർവീസുകൾ പുനരാരംഭിക്കാമെന്ന വിലയിരുത്തലിലാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ടു പോകുന്നതും. 4 ലക്ഷത്തിന് മുകളിൽ ഉണ്ടായിരുന്ന പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണം ഇപ്പോൾ 1/2 ലക്ഷത്തിനും ചുവടേക്ക് വന്നിട്ടുണ്ട്. വാക്സിൻ സ്വീകരിച്ചവർക്ക് യാത്രാനുമതി നൽകാനുള്ള യൂറോപ്യൻ രാജ്യങ്ങളുടെ നീക്കവും ഇന്ത്യക്ക് പുതിയ പ്രേരണയാണ്. യാത്ര പുനരാരംഭിക്കാൻ വിവിധ രാജ്യങ്ങളുമായി ആശയവിനിമയം ശക്തമായി തുടരുമെന്നാണ് വിദേശകാര്യ വക്താവ് അരിന്ദം ബക്ഷി അറിയിച്ചതും. മീഡിയ 1 ദുബായ്. ദുബായ് പ്രഖ്യാപിച്ച പുതിയ പ്രോട്ടോകോൾ പ്രകാരം ഇന്ത്യക്കാർക്ക് 2 ദിവസം കൊണ്ട് ചുരുങ്ങിയ ചെലവിൽ ഉസ്ബെക്കിസ്ഥാൻ വഴി UAE-യിലേക്ക് വരാം. പഴയ പോലെ ഉസ്ബെക്കിസ്ഥാൻ 14 ദിവസം ഹോട്ടൽ ക്വാറന്റൈനിൽ കഴിയേണ്ടതില്ല. ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം ദുബായിൽ ഇറങ്ങിയ തൃശൂർ സ്വദേശി റൈജു രവി തന്റെ യാത്രാനുഭവം പങ്കുവയ്ക്കും. ഈ മാസം 23 മുതൽ നിലവിൽ വന്ന പുതിയ പ്രോട്ടോകോൾ പ്രകാരം ഇന്ത്യയിൽ നിന്ന് നേരിട്ട് ദുബൈയിലേക്ക് എന്നു മുതൽ വിമാന സർവീസ് തുടങ്ങുമെന്ന കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ്. എന്നാൽ പുതിയ പ്രോട്ടോകോൾ നിലവിൽ വന്ന അന്ന് തന്നെ ചട്ടങ്ങൾ പാലിച്ച് തൃശൂർ കൊടുങ്ങല്ലൂർ സ്വദേശി ലൈജു രവി ദുബൈയിൽ വിമാനമിറങ്ങി. നാട്ടിലേക്ക് പോകും മുമ്പേ 2 ഡോസ് വാക്സിനേഷൻ പൂർത്തിയാക്കിയിരുന്ന റൈജു ഉസ്ബെക്ക് തലസ്ഥാനമായ താഷ്കൻഡിൽ നിന്നാണ് ദുബൈയിൽ ഇറങ്ങിയത്. 14 ദിവസം താഷ്കൻഡിൽ ഹോട്ടലിൽ കഴിയേണ്ടി വരുന്ന പാക്കേജിലാണ് പുറപ്പെട്ടത് എങ്കിലും പുതിയ പ്രോട്ടോകോൾ പരീക്ഷിക്കാൻ തയ്യാറായത് യാത്ര എളുപ്പമാക്കി. താഷ്കൻഡിൽ എത്തിയപ്പോഴാണ് ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ നമ്മളിങ്ങനെ ഒരു പുതിയ പ്രോട്ടോകോൾ ദുബായ് ഇഷ്യൂ ചെയ്തതായിട്ട് അറിഞ്ഞ് ആ പ്രോട്ടോകോൾ വഴി 23-ാം തീയതി മുതൽ ഇന്ത്യൻസിന് യാത്ര ചെയ്യാം ഇന്ത്യയിൽ നിന്ന്. അപ്പോൾ ഞാൻ ചിന്തിച്ചു, എന്തുകൊണ്ട് നമ്മൾക്കിപ്പോൾ താഷ്കൻഡിലാണെങ്കിൽ പോലും നമ്മൾക്കും യാത്ര ചെയ്തുകൂടാ? കാരണം അവർ പറയുന്ന ദുബായ് ഗവൺമെൻറ് പറയുന്ന എല്ലാ പ്രൊസീജിയറും നമുക്ക് പാലിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ തന്നെ ഒരു തീരുമാനമെടുത്ത് ഇങ്ങനൊരു റിസ്ക് എടുത്ത്, കാരണം എനിക്കൊരു അത്യാവശ്യമാണ് ഇവിടെ ദുബായിൽ ജോലിയിൽ പ്രവേശിക്കുക എന്നുള്ളത്. ഞാൻ തന്നെ എൻ്റെ ഏജൻറ്റിനെ വിളിച്ചിട്ട് റീഷെഡ്യൂൾ ചെയ്യാൻ, ഇപ്പം ഫ്ലൈറ്റ് റീഷെഡ്യൂൾ ചെയ്യാൻ പറഞ്ഞു. സ്വാഭാവികമായിട്ട് അതൊരു 23-ാം തീയതിക്ക് ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നു. അതിന് മുൻപായിട്ട് തന്നെ 48 അവേഴ്സിനുള്ളിൽ PCR ടെസ്റ്റ് ഞാൻ എടുക്കുന്നു അവിടെ നിന്ന്. ഒപ്പം വാക്സിനേറ്റ് ചെയ്ത ദുബായിൽ നിന്ന് വാക്സിനേറ്റ് ചെയ്ത സർട്ടിഫിക്കറ്റ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. പിന്നെ ഒരു റാപ്പിഡ് ടെസ്റ്റും എയർപോർട്ടിൽ അറേഞ്ച് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ഇവിടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനാണ് ഇവിടെ ദുബായ് ഗവൺമെൻറ് പറയുന്നത്. അതിന് ഞാനൊരു സിംഗിൾ റൂം ദുബായിലൊരു ഹോട്ടലിൽ, ലിവ ഹോട്ടലിൽ ബുക്ക് ചെയ്യുകയും അതിൻ്റെ ഒരു കൺഫർമേഷൻ വൗച്ചർ കയ്യിലുണ്ടാവുകയും പിന്നെ GDRF അപ്രൂവൽ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള എല്ലാ പറയുന്ന പ്രൊസീജിയറുകളും ഞാൻ എയർപോർട്ടിലെത്തി ഒരു 4 മണിക്കൂറിനുള്ളിൽ തന്നെ എനിക്ക് അവിടെ നിന്ന് എക്സ്പ്രസ് ആൻറ്റിജൻ ടെസ്റ്റ് സാധ്യമായി. അതിൻ്റെ ഒറിജിനൽ റിപ്പോർട്ടും QR കോഡോടുകൂടിയ ഒപ്പം PCR-ൻ്റെ റിപ്പോർട്ടും എല്ലാം അടക്കം ഉസ്ബെക്കിസ്ഥാൻ എയർവേസ് കൂടെയാണ് ഞാൻ ദുബായിലോട്ട് എത്തിയത്. 40 ദിവസത്തോളം നാട്ടിൽ കുടുങ്ങിയ ശേഷമാണ് പ്രമുഖ ഹോട്ടലിൻ്റെ ഫിനാൻഷ്യൽ കൺട്രോളറായ ഇദ്ദേഹം ബദൽ മാർഗം പരീക്ഷിച്ചത്. UAE-യിലേക്ക് വരാൻ നിരവധി മലയാളികൾ ഇപ്പോഴും താഷ്കൻഡിലുണ്ടെങ്കിലും അവർ ഈ പരീക്ഷണത്തിന് തയ്യാറായിട്ടില്ല. ഹോട്ടൽ ക്വാറന്റൈൻ ഒഴിവാകുന്നതിനാൽ പുതിയ മാർഗത്തിൽ യാത്രയ്ക്ക് ചെലവും ഗണ്യമായി കുറയുന്നുണ്ട്. കൊച്ചി ടു ഡൽഹി ടിക്കറ്റ്, ഡൽഹി ടു താഷ്കൻഡ് ടിക്കറ്റ്. താഷ്കൻഡിൽ ഒരു ദിവസം സ്റ്റേ ചെയ്യേണ്ടി വരും. കാരണം 48 അവേഴ്സിനുള്ളിലുള്ള PCR കിട്ടാനായിട്ട് 24 അവേഴ്സാണ് റിസൾട്ട് കിട്ടാനായിട്ട് വളരെ ഈസി ആയിട്ട് ഒരു 2 ദിവസത്തിനുള്ളിൽ നമുക്കിവിടെ എത്താൻ പറ്റും. ഒരു ഏകദേശം ഒരു ഇന്ത്യൻ റുപ്പീസ് ഒരു 60,000 70,000 ഉണ്ടെങ്കിൽ എല്ലാം കൂടി കവർ ചെയ്യാൻ പറ്റും. നേരിട്ടുള്ള വിമാന സർവീസ് തുടങ്ങാൻ വൈകുന്നതിനാൽ നാട്ടിൽ കുടുങ്ങിപ്പോയ നിരവധി പ്രവാസികൾക്ക് അടിയന്തര സാഹചര്യത്തിൽ ഈ മാർഗം ഉപകാരപ്പെടും. ഷിനോജ് ഷംസുദ്ദീൻ, മീഡിയ 1 ദുബായ്. ആഗോള വിപണിയിൽ ബാരലിന് $75 കടന്ന് എണ്ണവില കുതിക്കുന്നു. ലോകരാജ്യങ്ങൾ ഉൽപാദന മേഖലയിൽ രൂപപ്പെട്ട ഉണർവ് എണ്ണയുടെ ആവശ്യകത വർദ്ധിച്ചതാണ് നിരക്ക് വർധനയ്ക്ക് പ്രധാന കാരണം. വരും ദിവസങ്ങളിൽ ബാരലിന് $80 വരെയായി വിലയുയരുമെന്നാണ് സാമ്പത്തിക കേന്ദ്രങ്ങളുടെ വിലയിരുത്തൽ. തുടർച്ചയായ 5ാം വാരത്തിലും എണ്ണവില കുതിക്കുകയാണ്.
കാലത്ത് ആഗോള വിപണിയിൽ ബാരലിന് വില 75.60 ഉയർന്നു. 3% പുതിയ വില വർധന. 2018 ഒക്ടോബറിനെ തുടർന്നുള്ള ഉയർന്ന നിരക്കിലാണിപ്പോൾ എണ്ണവില. ഉൽപാദനം സംബന്ധിച്ച് കരുതലോടെ നീങ്ങാനുള്ള ഒപെക് തീരുമാനവും വിപണിയിൽ എണ്ണവില ഉയരാൻ ഇടയാക്കിയിട്ടുണ്ട്. ഓഗസ്റ്റ് മാസത്തോടെ മാത്രമാകും ആവശ്യകത മുൻനിർത്തി കൂടുതൽ എണ്ണ ഉൽപാദനത്തിന് ഒപെക് രാജ്യങ്ങൾ തയ്യാറാവുക. ബദൽ ഊർജ്ജ സ്രോതസ്സുകളെ പിന്തള്ളി എണ്ണയുടെ ആവശ്യകത വർദ്ധിക്കുന്നത് ഗൾഫ് ഉൾപ്പെടെ പ്രധാന എണ്ണ ഉൽപാദക രാജ്യങ്ങൾക്ക് വലിയ നേട്ടമാണ്. അപ്രതീക്ഷിത വരുമാനം തന്നെയാണ് ഇതിലൂടെ ഉൽപാദക രാജ്യങ്ങൾക്ക് ലഭിക്കുന്നതും. അതേസമയം ആണവ കരാറുമായി ബന്ധപ്പെട്ട വിയന്ന ചർച്ച അന്തിമഘട്ടത്തിലാണിപ്പോൾ. 2015 ആണവ കരാർ പുനരുജ്ജീവിപ്പിക്കാനാണ് വിയന്ന ചർച്ചയിൽ ധാരണ രൂപപ്പെടുന്നതെങ്കിൽ എണ്ണക്കുമേൽ ഇറാൻ ഏർപ്പെടുത്തിയ ഉപരോധം അമേരിക്ക പിൻവലിക്കും. അതോടെ ഇറാനിൽ നിന്ന് എണ്ണ വൻതോതിൽ വിപണിയിലെത്തും. അത് വില കുറയാൻ വഴിയൊരുക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ വിലയിരുത്തൽ. മീഡിയ 1 ദുബൈ. ഈ വർഷത്തെ ഹജ്ജിനുള്ള അവസാനഘട്ട രജിസ്ട്രേഷൻ സൗദിയിൽ തുടക്കമായി. നിലവിൽ തെരഞ്ഞെടുക്കപ്പെട്ടതായി സന്ദേശം ലഭിച്ചവരെല്ലാം 3 മണിക്കൂറിനകം പണമടയ്ക്കണം. കൃത്യസമയത്ത് ഹജ്ജ് പാക്കേജ് തെരഞ്ഞെടുത്ത പണമടച്ചില്ലെങ്കിൽ അവസരം അടുത്തയാൾക്ക് നൽകും. സൗദി പ്രാദേശിക സമയം ഉച്ചയ്ക്ക് 2 മണിക്കാണ് ഹാജിമാർക്കുള്ള 2ാം ഘട്ട രജിസ്ട്രേഷന് തുടക്കമായത്. ഹജ്ജിന് പ്രാഥമിക അവസരം ലഭിച്ചവർക്കെല്ലാം ഇന്ന് മൊബൈൽ സന്ദേശങ്ങൾ എത്തുന്നുണ്ട്. സന്ദേശം ലഭിച്ച് 3 മണിക്കൂറിനകം ഹജ്ജ് പാക്കേജ് തെരഞ്ഞെടുക്കണം. സദാത് വഴി പണം അടയ്ക്കുന്നതോടെയാണ് രജിസ്ട്രേഷൻ പൂർത്തിയാവുക. ഇതിന് ശേഷമാണ് ഹജ്ജ് പെർമിറ്റുകൾ അനുവദിക്കുക. കൃത്യസമയത്ത് പണമടച്ചില്ലെങ്കിൽ അവസരം അടുത്തയാൾക്ക് നൽകും. ഇവർക്കും 3 മണിക്കൂറാണ് പണമടയ്ക്കാൻ സമയം നൽകുക. ഈ വർഷത്തെ ഹജ്ജിന് 60,000 പേർക്ക് മാത്രമാണ് അവസരം. കോവിഡ് സാഹചര്യത്തിൽ സൗദിക്കകത്തുള്ളവരെ മാത്രമാണ് ഹജ്ജിന് അനുവദിക്കുന്നത്. ഇത്തവണ നിരവധി മലയാളികൾക്ക് പ്രാഥമിക രജിസ്ട്രേഷന് ശേഷം പണമടയ്ക്കാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട്. അഫ്താബുർ റഹ്മാൻ, മീഡിയ 1, റിയാദ്. തട്ടിപ്പു സംഘങ്ങൾ സർക്കാർ ഉപഭോക്തൃ സേവന മേഖലയിലേക്കും വലവിരിക്കുന്നതായി മുന്നറിയിപ്പ്. ദുബായ് ജലവൈദ്യുതി വകുപ്പിന്റെ പേരിലും ഓൺലൈൻ തട്ടിപ്പ് കണ്ടെത്തിയതായി അധികൃതർ അറിയിച്ചു. തട്ടിപ്പിൽ കുടുങ്ങാതിരിക്കാൻ അതീവ ജാഗ്രത വേണമെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചു. ഒറിജിനൽ എന്ന് തോന്നിപ്പിക്കും വിധമുള്ള ബിൽ തയ്യാറാക്കിയാണ് ഓൺലൈൻ മുഖേനയുള്ള തട്ടിപ്പ്. ഒറ്റനോട്ടത്തിൽ ദീവയുടെ പ്രതിമാസ ഇലക്ട്രിസിറ്റി വാട്ടർ ബില്ലാണെന്ന് ഉപഭോക്താക്കൾ തെറ്റിദ്ധരിക്കും വിധമാണ് ഇമെയിൽ ലഭിക്കുന്നത്. ദീവയുടെയും ദുബായ് സർക്കാരിന്റെയും ലോഗോ വ്യക്തമായി ബില്ലുകളിലുണ്ട്. അടയ്ക്കേണ്ട തുകയും കാണിച്ചിരിക്കും. ബില്ലടയ്ക്കാനുള്ള പേ ഓൺലൈൻ എന്നതിനു ചുവടെയാണ് ചെറിയ അക്ഷരങ്ങളിൽ വ്യാജ ലിങ്കുള്ളത്. ഇതിൽ ക്ലിക്ക് ചെയ്യാനാണ് തട്ടിപ്പുകാർ ഉപഭോക്താക്കളോട് ആവശ്യപ്പെടുന്നത്. ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ബാങ്ക് വിവരങ്ങൾ ചോരും. അക്കൗണ്ട് വിവരങ്ങൾ ചോർത്തി തുക തട്ടുകയാണ് തട്ടിപ്പു സംഘത്തിന്റെ ലക്ഷ്യമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. ഇമെയിലിൽ വരുന്ന ലിങ്കുകൾ കൃത്യമായി ഉറപ്പാക്കണം. പണമിടപാടുകൾ ഔദ്യോഗിക ലിങ്കിലൂടെയാണോ എന്ന് പരിശോധിക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. MC നാസർ, മീഡിയ 1, ദുബായ്. സൗദിയിൽ STC പേ ഡിജിറ്റൽ ബാങ്കായി മാറ്റിയ തീരുമാനം ബാങ്കിംഗ് രംഗത്തെ സേവനങ്ങളുടെ ഗുണനിലവാരം ഉയർത്തുന്നതിനിടയാക്കും. ബാങ്കുകളുടെയും ഡിജിറ്റൽ പണമിടപാട് സ്ഥാപനങ്ങളുടെയും ഇടയിൽ ആരോഗ്യകരമായ മത്സരത്തിനും ഉപഭോക്തൃ സേവനം മെച്ചപ്പെടുത്തുന്നതിനും തീരുമാനം വഴിവെക്കുമെന്നും ഈ രംഗത്തുള്ളവർ അഭിപ്രായപ്പെടുന്നു. സൗദിയിലെ ജനകീയ ഓൺലൈൻ പേയ്മെന്റ് സംവിധാനമായ STC പേ ഡിജിറ്റൽ ബാങ്കായി പരിവർത്തിപ്പിക്കുന്നതിന് കഴിഞ്ഞ ദിവസമാണ് ദേശീയ ബാങ്കായ സാമ അംഗീകാരം നൽകിയത്. തീരുമാനം ബാങ്കുകളുടെയും ഡിജിറ്റൽ പണമിടപാട് സ്ഥാപനങ്ങളുടെയും ഗുണനിലവാരം ഉയർത്തുന്നതിന് ഇടയാക്കുമെന്നാണ് കണക്കുകൂട്ടൽ. STC പേ ബാങ്കിംഗ് ഇടപാട് രംഗത്തേക്ക് കടന്നു വരുന്നതോടെ ഈ മേഖലയിൽ കൂടുതൽ മാറ്റങ്ങളും പ്രതീക്ഷിക്കുന്നുണ്ട്. പുതുമകൾ അവതരിപ്പിക്കുന്നതിലും സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിലും STC പേ ഇതിനകം ഉപഭോക്താക്കൾക്കിടയിൽ ഏറെ പ്രശസ്തി നേടിയിട്ടുണ്ട്. ഈ അനുഭവ സമ്പത്ത് പുതുതായി ആരംഭിക്കുന്ന ഡിജിറ്റൽ ബാങ്കിംഗ് മേഖലയിലും പ്രകടമാവുമെന്ന പ്രതീക്ഷയിലാണ് കമ്പനിയുടെ ഉപയോക്താക്കൾ. ചെലവ് കുറഞ്ഞ രീതിയിൽ സേവനങ്ങൾ ഒരുക്കുക എന്നതാണ് കമ്പനിയുടെ മുഖമുദ്ര. ഒപ്പം ആപ്ലിക്കേഷൻ വഴിയുള്ള പർച്ചേസുകൾക്കും സേവനങ്ങൾക്കും ആകർഷകമായ ഓഫറുകളും നൽകി വരാറുണ്ട്. ഇത്തരം രീതികൾ പിന്തുടർന്ന് ബാങ്കിംഗ് മേഖലയിലേക്ക് കൂടി കടക്കുന്നതോടെ കൂടുതൽ ഉപഭോക്താക്കളെ ആകർഷിക്കുവാനും പ്രവർത്തന മേഖല വിപുലപ്പെടുത്താനും സാധിക്കും. ഇത് ബാങ്കുകൾക്കും മറ്റു പണമിടപാട് സ്ഥാപനങ്ങൾക്കുമിടയിൽ ആരോഗ്യകരമായ മത്സരം വർദ്ധിക്കുന്നതിനും ഇടയാക്കും. നൌഷാദ് റിക്കൂർ, മീഡിയ 1, ദമ്മാം. സൗദി കൗൺസിൽ ഓഫ് എഞ്ചിനീയേഴ്സിൽ താൽക്കാലിക രജിസ്ട്രേഷൻ ലഭിച്ചവരുടെ കാലാവധി 1 വർഷത്തേക്ക് കൂടി നീട്ടി നൽകും. ഇതിനുള്ള സൗകര്യം കൗൺസിലിന്റെ വെബ് പോർട്ടലിൽ ലഭ്യമാക്കി. സൗദി കൗൺസിൽ ഓഫ് എഞ്ചിനീയേഴ്സിൽ രജിസ്ട്രേഷൻ നിർബന്ധമാക്കിയ പ്രൊഫഷനുകളിലുള്ളവർക്ക് ആശ്വാസം പകരുന്നതാണ് കൗൺസിലിന്റെ പുതിയ തീരുമാനം. കൗൺസിലിന്റെ രജിസ്ട്രേഷൻ പുതുക്കാൻ കഴിയാത്തതിനെ തുടർന്ന് താമസരേഖയും പുതുക്കാൻ കഴിയാതെ പ്രയാസത്തിൽ കഴിഞ്ഞവർക്കാണ് തീരുമാനം ഏറെ ഉപകാരപ്പെടുക.
ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾക്ക് പകരം പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റുകൾ സമർപ്പിച്ച് താൽക്കാലിക രജിസ്ട്രേഷൻ നേടിയവരാണ് ഇതിൽ ഭൂരിഭാഗവും. വർഷങ്ങളായി ടെക്നിക്കൽ, മെക്കാനിക്കൽ തസ്തികകളിൽ ജോലി ചെയ്തു വന്നവരാണ് കൂടുതൽ. 1 വർഷത്തേക്കു കൂടി താൽക്കാലിക രജിസ്ട്രേഷൻ അനുവദിക്കാനാണ് കൗൺസിലിൻ്റെ പുതിയ തീരുമാനം. ഇളവ് ഉപയോഗപ്പെടുത്തി താമസരേഖ വീണ്ടും പുതുക്കാൻ ഇതോടെ ഇവർക്ക് സാധിക്കും. ഒപ്പം തങ്ങളുടെ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റുകൾ, അറ്റസ്റ്റേഷൻ ഉൾപ്പെടെയുള്ളവ പൂർത്തിയാക്കി സമർപ്പിക്കുന്നതിനും ഇതുവഴി സാവകാശം ലഭിക്കും. സൗകര്യം ഇന്നു മുതൽ എഞ്ചിനീയറിംഗ് കൗൺസിലിൻ്റെ വെബ്സൈറ്റിൽ ലഭ്യമായി തുടങ്ങി. മലയാളികൾ ഉൾപ്പെടെ നിരവധി പ്രവാസികൾ സംവിധാനം പ്രയോജനപ്പെടുത്തിയതായും അനുഭവസ്ഥർ പറഞ്ഞു. നൌഷാദ് റിക്കോർ, മീഡിയ 1, ദമാം. സൗദിയിലെ ദമാമിൽ കോവിഡ് ബാധിച്ച് മലയാളി മരിച്ചു. കണ്ണൂർ മയിൽ മുല്ലക്കൊടി സ്വദേശി മുഹമ്മദ് കുഞ്ഞിയാണ് മരിച്ചത്. 57 വയസ്സായിരുന്നു. കോവിഡ് ബാധിച്ച് 2 ആഴ്ചയായി ചികിത്സയിൽ കഴിയുകയായിരുന്നു. ദമാം സെൻട്രൽ ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയവെയാണ് മരണം. 35 വർഷമായി ദമാമിലെ ഒരു സ്വകാര്യ കമ്പനിയിൽ സെയിൽസ്മാൻ ജോലി ചെയ്തു വരികയായിരുന്നു. മൃതദേഹം നടപടികൾ പൂർത്തിയാക്കി സാമൂഹ്യ പ്രവർത്തകൻ ഷാജി വയനാടിന്റെയും KMCCയുടെയും നേതൃത്വത്തിൽ ദമാമിൽ മറവു ചെയ്യും. കുവൈത്തിലെ ഇന്ത്യൻ എംബസി ജൂൺ 27 മുതൽ ജൂലൈ 1 വരെ അടച്ചിടും. അംബാസിഡർക്കും എംബസി ജീവനക്കാർക്കും കോവിഡ് സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ ആരോഗ്യ മുൻകരുതലിന്റെ ഭാഗമായാണ് നടപടി. അടുത്ത 2 ആഴ്ച കാലത്തേക്ക് നിശ്ചയിച്ച എംബസിയുടെ എല്ലാ പരിപാടികളും മറ്റൊരവസരത്തിലേക്ക് മാറ്റിവെച്ചതായും എംബസി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. ജൂൺ 27 മുതൽ ജൂലൈ 1 വരെ അടിയന്തര സ്വഭാവത്തിലുള്ള കോൺസുലർ സേവനങ്ങൾ മാത്രം മുൻകൂർ അപ്പോയിൻമെൻ്റ് എടുത്ത് നടത്താമെന്നും എംബസി അറിയിച്ചു. അത്യാവശ്യ കോൺസുലർ സേവനങ്ങൾക്ക് cons1.kuwait.gov.in എന്ന മേൽവിലാസത്തിൽ ബന്ധപ്പെട്ടാണ് അപ്പോയിൻമെൻ്റ് എടുക്കേണ്ടത്. അംബാസിഡർക്കും ഏതാനും ജീവനക്കാർക്കും കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് മുൻകരുതലിന്റെ ഭാഗമായാണ് എംബസി അടക്കുന്നത്. എല്ലാ മുൻകരുതലുകളും സ്വീകരിച്ചിരുന്നെങ്കിലും തനിക്ക് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുകയാണെന്നും താനുമായി കഴിഞ്ഞ ദിവസങ്ങളിൽ സമ്പർക്കം പുലർത്തിയവർ നിരീക്ഷണത്തിൽ കഴിയണമെന്നും അംബാസിഡർ സിബി ജോർജ് ട്വിറ്ററിൽ അറിയിച്ചു. മീഡിയ 1, കുവൈറ്റ് സിറ്റി. ഒമാനിൽ ഗർഭിണികൾക്ക് വാക്സിനേഷൻ പ്രോട്ടോകോൾ പുറത്തിറക്കി. 3 മാസം തികഞ്ഞ ഗർഭിണികൾക്ക് വാക്സിൻ എടുക്കാം. ഗർഭിണികളെ മുൻഗണനാ പട്ടികയിൽ ഉൾപ്പെടുത്തുമെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഗർഭിണികൾ സ്വീകരിക്കേണ്ട മുൻകരുതലുകളെ സംബന്ധിച്ചും വകുപ്പ് നിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട്. കുത്തിവെപ്പ് കേന്ദ്രങ്ങളിലെത്തുമ്പോൾ ഹെൽത്ത് റെക്കോർഡ് കയ്യിൽ കരുതണം. മറ്റേതെങ്കിലും വാക്സിൻ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ 2 ആഴ്ച കഴിഞ്ഞിരിക്കണം. നേരത്തെ കോവിഡ് വന്നിട്ടുണ്ടെങ്കിൽ രോഗമുക്തിയുടെ 4 ആഴ്ചക്കകം കുത്തിവെപ്പ് എടുക്കണം. ഏതെങ്കിലും വാക്സിൻ സ്വീകരിച്ചത് മുൻപ് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമായിട്ടുണ്ടെങ്കിൽ കുത്തിവെപ്പിന് മുൻപ് ഡോക്ടറെ കാണണം എന്നീ നിബന്ധനകളാണ് പാലിക്കേണ്ടത്. ഒമാനിൽ ഉപയോഗിക്കുന്ന എല്ലാ വാക്സിനുകളും ഗർഭിണികൾക്ക് സുരക്ഷിതമാണെന്നും രോഗനിയന്ത്രണ വിഭാഗം ഡയറക്ടർ ജനറൽ പ്രസ്താവനയിൽ അറിയിച്ചു. മീഡിയ 1, മസ്കത്ത്. സൗദിയിൽ കൂടുതൽ ഇളവുകളോടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ വ്യവസ്ഥകൾ പരിഷ്കരിച്ചു. 13ഓളം സർക്കാർ മേഖലയിൽ ജോലി ചെയ്യുന്ന വിദേശികൾക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ ആവശ്യമില്ല. എന്നാൽ ഇവർ വാക്സിൻ എടുക്കാതെ സൗദിയിലെത്തിയാൽ 7 ദിവസത്തെ ഹോം ക്വാറന്റൈൻ നിർബന്ധമാണ്. സ്വദേശികൾക്കും സർക്കാർ മേഖലയിലെ ആരോഗ്യ പ്രവർത്തകർക്കും നയതന്ത്ര പ്രതിനിധികൾക്കും മാത്രമായിരുന്നു ഇതുവരെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനിൽ ഇളവുണ്ടായിരുന്നത്. എന്നാൽ ഇനി മുതൽ 13ഓളം സർക്കാർ മേഖലകളിലെ വിദേശികളായ ജീവനക്കാർക്കും ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ ആവശ്യമില്ലെന്ന് ജനറൽ അതോറിറ്റി ഓഫ് സിവിൽ ഏവിയേഷൻ പുറത്തുവിട്ട പുതിയ സർക്കുലറിൽ വ്യക്തമാക്കുന്നു. സൗദി ആരോഗ്യ മന്ത്രാലയം, നാഷണൽ ഗാർഡ് ആരോഗ്യ വകുപ്പ്, വിദ്യാഭ്യാസ മന്ത്രാലയം, ആംഡ് ഫോഴ്സ് മെഡിക്കൽ സർവീസ്, ആഭ്യന്തര മന്ത്രാലയം മെഡിക്കൽ സർവീസ്, കിങ് ഫൈസൽ സ്പെഷ്യലിസ്റ്റ് ആശുപത്രി, ജനറൽ ഇന്റലിജൻസ് പ്രസിഡൻസി, രാജ്യസുരക്ഷാ വിഭാഗം, റോയൽ ക്ലിനിക്, സൗദി അരാംകോ, ജുബൈൽ യാംബോ റോയൽ കമ്മീഷൻ, ജനറൽ സ്പോർട്സ് അതോറിറ്റി, മാനവശേഷി സാമൂഹിക വികസന മന്ത്രാലയം എന്നീ മേഖലകളിൽ ജോലി ചെയ്യുന്ന വിദേശികൾക്കാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനിൽ ഇളവ് അനുവദിച്ചത്. എന്നാൽ ഇവർ വാക്സിൻ എടുക്കാതെയാണ് സൗദിയിലെത്തുന്നതെങ്കിൽ 7 ദിവസം ഹോം ക്വാറന്റൈനിൽ കഴിയണം. കൂടാതെ വാക്സിൻ എടുക്കാതെ സൗദിയിലേക്ക് വരുന്ന സ്വദേശികൾക്കും നയതന്ത്ര പ്രതിനിധികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും അവരെ അനുഗമിക്കുന്ന ഗാർഹിക തൊഴിലാളികൾക്കും 7 ദിവസത്തെ ഹോം ക്വാറന്റൈൻ നിർബന്ധമാണ്. വാക്സിൻ എടുത്ത വിദേശിയോടൊപ്പം വരുന്ന ഗാർഹിക തൊഴിലാളികൾക്കും 7 ദിവസത്തെ ഹോം ക്വാറന്റൈൻ മതിയെന്ന് സർക്കുലർ വ്യക്തമാക്കുന്നു. ഹോം ക്വാറന്റൈനിൽ കഴിയുന്നവർ ക്വാറന്റൈൻ ആരംഭിച്ച് 6ാമത്തെ ദിവസം PCR പരിശോധന നടത്തുകയും വേണം. അതേസമയം വാക്സിൻ എടുക്കാതെ സ്വന്തമായി വരുന്ന ഗാർഹിക തൊഴിലാളികൾക്ക് ഹോട്ടൽ ക്വാറന്റൈൻ നിർബന്ധമാണ്. തവക്കൽന ആപ്പിലെ സ്റ്റാറ്റസ് പ്രകാരം ഇമ്മ്യൂൺ ആയവർക്കും ആദ്യ ഡോസ് സ്വീകരിച്ച് 14 ദിവസം പൂർത്തിയാക്കിയവർക്കും കോവിഡ് ഭേദമായി 6 മാസം കഴിഞ്ഞിട്ടില്ലാത്തവർക്കും സൗദിയിലെത്തിയാൽ ക്വാറന്റൈൻ ആവശ്യമില്ല. എന്നാൽ വിദേശികളായ എല്ലാ യാത്രക്കാരും സൗദിയിലേക്ക് പുറപ്പെടുന്നതിന് 72 മണിക്കൂറിനുള്ളിൽ PCR പരിശോധന നടത്തണമെന്ന് നിർദ്ദേശമുണ്ട്. ഗഫൂർ കൊണ്ടോട്ടി, മീഡിയ 1, ജിദ്ദ.
ഖത്തറിൽ പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണം കഴിഞ്ഞ ഒരു വർഷത്തെ ഏറ്റവും കുറഞ്ഞ നിലയിലെത്തി. 87 പേർക്ക് മാത്രമാണ് ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. ഒരാളുടെ മരണവും ഇന്ന് റിപ്പോർട്ട് ചെയ്തു. ഖത്തറിലെ ജനങ്ങൾക്ക് വലിയ ആശ്വാസം പകർന്നുകൊണ്ടാണ് കോവിഡ് രോഗികളുടെ പ്രതിദിന നിരക്ക് ഇന്ന് ഒരു വർഷത്തെ ഏറ്റവും കുറഞ്ഞ നിലയിലേക്ക് എത്തിയത്. 87 പേർക്ക് മാത്രമാണ് ഇന്ന് രോഗബാധ റിപ്പോർട്ട് ചെയ്തത്. ഇതിൽ 52 പേർക്ക് സമ്പർക്കം വഴി രോഗം പകർന്നപ്പോൾ 35 പേർ വിദേശത്ത് നിന്നും തിരിച്ചെത്തിയവരാണ്. ഒരു മരണം കൂടി സ്ഥിരീകരിച്ചതോടെ ആകെ മരണം 588 113 പേർ കൂടി രോഗമുക്തി നേടിയതോടെ നിലവിലുള്ള രോഗികളുടെ എണ്ണം 1836 കുറഞ്ഞു. ഇതിൽ 60 പേർ അത്യാഹിത വിഭാഗങ്ങളിലും 119 പേർ വിവിധ കോവിഡ് കെയർ സെന്ററുകളുമായി ചികിത്സയിൽ കഴിയുന്നു. മീഡിയ 1 ദോഹ. ബഹ്റൈനിൽ കോവിഡ് പ്രോട്ടോകോൾ ലംഘിച്ച 31 സ്ഥാപനങ്ങൾക്കെതിരെ അധികൃതർ നിയമ നടപടികൾ സ്വീകരിച്ചു. 298 പേർക്ക് കൂടി പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചു. ഇവരിൽ 153 പേരാണ് പ്രവാസികൾ. 824 പേർക്ക് കൂടി രോഗമുക്തി ലഭിച്ചിട്ടുണ്ട്. നിലവിൽ 5314 പേരാണ് ചികിത്സയിൽ കഴിയുന്നത്. ഇവരിൽ 120 പേരുടെ നില ഗുരുതരമാണ്. സൗദിയിൽ ഇന്ന് മാത്രം 1 ലക്ഷത്തിൽ പരം കോവിഡ് പരിശോധനകൾ പൂർത്തിയാക്കി. 1312 പുതിയ കേസുകളും 1290 രോഗമുക്തിയും ഇന്ന് സ്ഥിരീകരിച്ചു. രാജ്യത്തെ കോവിഡ് ബാധിതരിൽ 96.3% പേർക്കും രോഗം ഭേദമായിട്ടുണ്ട്. സൗദിയിൽ ഇതാദ്യമായാണ് ഒറ്റ ദിവസം കൊണ്ട് 1 ലക്ഷത്തിലധികം സാമ്പിളുകളുടെ പരിശോധന പൂർത്തിയാക്കുന്നത്. 1312 പേർക്കാണ് ഇന്ന് പുതുതായി രോഗം ബാധിച്ചത്. 1290 പേർക്ക് രോഗം ഭേദമായി. 13 കോവിഡ് മരണം കൂടി ഇന്ന് സ്ഥിരീകരിച്ചു. 11,331 പേർ നിലവിൽ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ്. ഇതുവരെ 1,71,00,000-ലധികം വാക്സിൻ വിതരണം ചെയ്തതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. മീഡിയ 1 ജിദ്ദ. സ്ത്രീധന വിഷയത്തിൽ ദമാം കസവ് സാംസ്കാരിക വേദി ചർച്ചാ സംഗമം സംഘടിപ്പിക്കുന്നു. പെൺമക്കൾ ബാധ്യതയോ എന്ന വിഷയത്തിൽ ഓൺലൈൻ വഴി സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ മുൻ MP ശ്രീമതി ടീച്ചർ പങ്കെടുക്കും. നാളെ വൈകിട്ട് കസവ് കൂട്ടായ്മ ഫേസ്ബുക്ക് പേജ് വഴി പരിപാടി വീക്ഷിക്കാൻ അവസരമുണ്ടാക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കുവൈത്തിൽ നിന്ന് 10 പേർ കോവിഡ് ബാധിച്ചു മരിച്ചു. 1702 പേർക്ക് പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചു. 1632 പേർക്ക് രോഗം ഭേദമായി. ഇതോടെ ആകെ കോവിഡ് കേസുകൾ 3,48,262 രോഗമുക്തി 3,27,734 ആകെ മരണസംഖ്യ 1913 ഉയർന്നു. 18,615 പേരാണ് ചികിത്സയിലുള്ളത്. ഇതിൽ 271 പേരുടെ നില ഗുരുതരമാണ്. ഖത്തർ ആസ്ഥാനമായ സ്പർശം ഫൗണ്ടേഷൻ തൃശൂർ കാരൂരിൽ സൗജന്യ മെഡിക്കൽ ഉപകരണ വിതരണ കേന്ദ്രം തുറന്നു. മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾക്കുള്ള പഠനോപകരണങ്ങൾ മന്ത്രി വിതരണം ചെയ്തു. രോഗികൾക്കുള്ള മെഡിക്കൽ ഉപകരണങ്ങളുടെ വിതരണം പഞ്ചായത്ത് പ്രസിഡന്റ് KR ജോജോ നിർവഹിച്ചു. രോഗികൾക്ക് വേണ്ട ഓക്സിജൻ സിലിണ്ടർ, ഓക്സിജൻ മീറ്ററുകൾ ഉൾപ്പെടെ രോഗികൾക്ക് വേണ്ട വിവിധ ഉപകരണങ്ങൾ ഇവിടെ നിന്നും ഉപയോഗത്തിനായി സൗജന്യമായി ലഭിക്കുമെന്ന് സ്പർശം ഭാരവാഹികൾ അറിയിച്ചു. ക്രിക്കറ്റിലെ പുതിയ ഫോർമാറ്റായ 90-90 ബാഷ് ക്രിക്കറ്റ് ലീഗിന് UAE അനുമതി. ടൂർണമെന്റ് അടുത്ത വർഷം ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. എമിറേറ്റ്സ് ക്രിക്കറ്റ് ബോർഡാണ് ഇതിന് അനുമതി നൽകിയത്. ഓരോ ടീമും 90 പന്തുകൾ അഥവാ 90 ഓവർ വീതം കളിക്കുന്ന രീതിയാണ് 90-90 ബാഷ്. ദുബായ് മൈതാൻ റൺ ഓട്ട മത്സരത്തിൽ മലയാളി താരത്തിളക്കം. വിവിധ രാജ്യക്കാർ മാറ്റുരച്ച ദീർഘദൂര ഓട്ടത്തിൽ 9 മലയാളികൾ ട്രോഫി സ്വന്തമാക്കി. കേരള റൈഡേഴ്സ് താരങ്ങളാണ് മിന്നുന്ന വിജയം നേടിയത്. 10 കിലോമീറ്റർ, 5 കിലോമീറ്റർ ദീർഘദൂര ഓട്ട മത്സരത്തിലാണ് മലയാളി താരങ്ങളുടെ ഉജ്ജ്വല പ്രകടനം. 30 മുതൽ 35 വയസ്സ് വരെയുള്ളവരുടെ വിഭാഗത്തിൽ 1, 2, 3 സ്ഥാനങ്ങൾ മലയാളികൾ നേടി. മലപ്പുറം സ്വദേശികളായ ബഷീർ ബോൾട്ട്, ഹമീദ് പുല്ലൻ, നിസാർ എന്നിവരാണ് ജേതാക്കൾ. 16 മുതൽ 20 വരെയുള്ള പ്രായമുള്ളവരുടെ വിഭാഗത്തിൽ തൃശൂർ കുന്നംകുളം സ്വദേശി ഉമറുൽ ഫറൂഖ് ഒന്നാമതെത്തി. കുഴപ്പമില്ലാത്ത കോമ്പറ്റീഷൻ ആയിരുന്നു. ഇപ്പോൾ എൻ്റെ കാറ്റഗറിയിൽ ഒരു 10ഓളം പേരുണ്ടായിരുന്നു. 16 to 20 ഏജ് കാറ്റഗറി. ഒക്കെ നല്ല റണ്ണേഴ്സ് ആയിരുന്നു. 40-44 വയസ്സുവരെയുള്ളവരുടെ വിഭാഗത്തിൽ എറണാകുളം സ്വദേശി ഷിജോ വർഗീസും 50-54 വിഭാഗത്തിൽ നാഗർകോവിൽ സ്വദേശി സയ്യിദ് അലിയും 50-59 വയസ്സുള്ളവരുടെ വിഭാഗത്തിൽ പെരിന്തൽമണ്ണ സ്വദേശി മോഹൻദാസ് പുതുക്കാട്ടിലും ഒന്നാമതെത്തി. നമുക്ക് നല്ലൊരു പാർട്ടിസിപ്പേഷൻ ഉണ്ടായി. ഒരുവിധം 70% ട്രോഫികളും നമ്മളുടെ ആൾക്കാരാണ് ഇത് വിൻ ചെയ്തത്.
60 മുകളിലുള്ളവരുടെ വിഭാഗത്തിൽ 65 വയസ്സ് പിന്നിട്ട തൃശൂർ തളിക്കുളം സ്വദേശി അബ്ദുൽ ജലാൽ ആവേശകരമായ പ്രകടനത്തോടെയാണ് 2ാം സ്ഥാനം നേടിയത്. മിക്കവാറും ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന മിക്ക റണ്ണുകളിലും ഏജ് കാറ്റഗറിയിൽ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഏതെങ്കിലും കിട്ടും. മിക്കവാറും മറ്റേ ഇന്റർനാഷണൽ ചാമ്പ്യന്മാരില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമുക്ക് തന്നെ കിട്ടും. 45-49 വിഭാഗത്തിൽ തൃശൂർ സ്വദേശി അനിൽ നായർ 2ാം സ്ഥാനം കരസ്ഥമാക്കി. ദുബായ് സ്പോർട്സ് കൗൺസിലിന്റെ ആഭിമുഖ്യത്തിലാണ് കോവിഡ് നിയന്ത്രണങ്ങളോടെ ഇക്കുറി മൈതാൻ റൺ സംഘടിപ്പിച്ചത്. കേരള റൈഡേഴ്സ് എന്ന കൂട്ടായ്മയ്ക്ക് കീഴിലായിരുന്നു മലയാളികളുടെ പ്രകടനം. ഷിനോജ് ഷംസുദ്ദീൻ, മീഡിയ 1, ദുബായ്. കറൻസി വിനിമയ നിരക്ക്. സൗദി റിയാൽ 19 രൂപ 78 പൈസ, UAE ദിർഹം 20 രൂപ 20 പൈസ, ഖത്തർ റിയാൽ 20 രൂപ 37 പൈസ, ഒമാൻ റിയാൽ 192 രൂപ 71 പൈസ, കുവൈറ്റ് ദിനാർ 246 രൂപ 25 പൈസ, ബഹ്റൈൻ ദിനാർ 196 രൂപ 83 പൈസ. ഇടവേള.